സ്റ്റുഡന്റ് പീരീഡ് കഴിഞ്ഞ് വർക്ക് ലൈഫൊക്കെ കയറിയപ്പോഴാണ് UK എന്തൊരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്നുള്ള ഫാക്ട് ഞാൻ റിയലൈസ് ചെയ്യണത്. യാത്രകളും കണ്ടന്റ് ക്രിയേഷനൊക്കെ ഒരുവിധം എന്നെ ഹെൽപ്പ് ചെയ്തെങ്കിലും എന്നെ എപ്പോഴും ചീറപ്പ് ചെയ്ത് നിർത്തിയുന്നത് എന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. പക്ഷെ നിർഭാഗ്യവശാൽ സാഹചര്യങ്ങൾ മൂലം അവര് പല പല രാജ്യങ്ങൾക്ക് മൂവ് ചെയ്തു. ഈ കഴിഞ്ഞ മല്ലു ഓണം ക്യാമ്പിന്റെ വിശേഷങ്ങളും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയ ട്രിപ്പുകളുടെ സ്റ്റോറീസ് എല്ലാം കണ്ട് എന്റെ ഓൾഡ് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ചെയ്തു, ഹാപ്പി ടു സീ മീ ചില്ലിങ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട്. UK വന്ന് ഇതെന്റെ 4ാമത്തെ ഓണാണ്. ലാസ്റ്റ് കഴിഞ്ഞ ഓണം ഒരു പരിചയമില്ലാത്തവരുടെ കൂടെ 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ടാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവന്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അതിന്റെ ഒരു ഇമ്പാക്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പോയില്ലായിരുന്നെങ്കിൽ വെറും നഷ്ടമായേനെന്ന്. കുറെ ഗെയിംസും പ്രോഗ്രാംസും ഒക്കെ കൂടാതെ 2 ദിവസം 4 നേരം കുശാലായിട്ടുള്ള ഫുഡ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു അടിപൊളി DJ പ്രോഗ്രാമോട് കൂടിയിട്ടാണ് നമ്മുടെ സെക്കൻഡ് ഡേ അവസാനിക്കുന്നത്. ഇത്രയൊക്കെ ചില്ലിങ്ങും ആഘോഷമൊക്കെ അവിടെ നടന്നെങ്കിലും ഒരു അലമ്പ് പോലും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഇവന്റിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പല പല ഫീൽഡുകളിലും നല്ല നല്ല പൊസിഷനുകളിൽ ഇരിക്കുന്ന UKയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള മലയാളീസ് ആ ഇവന്റിന് ഉണ്ടായിരുന്നു. നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടില്ലല്ലോ. പിറ്റേന്ന് മോർണിംഗോട് കൂടിയിട്ട് ഇവന്റ് കഴിഞ്ഞു. 150 pounds ആണ് എനിക്കൊരു ടിക്കറ്റിനായത്. എനിക്ക് കിട്ടിയതോ കുറേയേറെ നല്ല മെമ്മറീസും ഒരു പറ്റം നല്ല കൂട്ടുകാരിയാണ്, അതും ഫുൾ ഓൺ വൈബ് ടീംസ്. അതുകൊണ്ട് ഒരു പെന്നി പോലും എനിക്ക് നഷ്ടമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മളെ സന്തോഷത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരിക്കലും ഒരു നഷ്ടമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാന്.